ഹലോ ഹായ് ഫ്രണ്ട്സ്, ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് ഇന്ന് 16ാമത്തെ ദിവസമാണ്. 16 ദിവസവും ഞാൻ നല്ല ഡിഷസ് ഒക്കെയാ കുക്കിംഗ് ഒക്കെയാ കാണിച്ച്. അപ്പം ഇന്ന് ഞാൻ ഓർത്തൊരു വെറൈറ്റി ആയിക്കോട്ടെ. ഈ പാചകവും എല്ലാം കഴിക്കുക, വലിയ ഒരുങ്ങുക അതൊന്നും പോരല്ലോ. ചിലപ്പം നമ്മൾ നല്ല വൃത്തിക്ക് ഒരുങ്ങിയൊക്കെ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിക്കൊക്കെ വീടിന് പുറത്തോട്ട് ഇറങ്ങുമ്പം നല്ല ഉടുത്തൊരുങ്ങി നല്ല നീറ്റായിട്ടൊക്കെ നടക്കും. പക്ഷെ അവരുടെ വീട്ടിലോട്ട് വന്നാൽ ഒന്നെങ്കിൽ ആലമ്പും വഴക്കുമായിരിക്കും. അത് ചട്ടിയും കലമാകുമ്പോൾ തട്ടിമുട്ടിയിരിക്കും. അതൊക്കെ എല്ലായിടത്തും ഉണ്ട് ഇച്ചിരിയൊക്കെ അല്ലേ. അല്ലെങ്കിൽ ഒരു വൃത്തിയും മെനയും അടുക്കും ചിട്ടയും ഒന്നും കാണത്തില്ല അല്ലേ. ഞങ്ങളുടെ ഈ വീടെന്ന് പറയുന്നത് 44 വർഷമായതാണ്. 1980 വെച്ച വീടാ. അപ്പൊ 44 വർഷമായി. പക്ഷെ ഈ വീട്ടിൽ വരുന്നവരാരും ഇന്ന് വരെ, ഞാനിവിടെ വന്നിട്ട് 25 വർഷമായിട്ട് ഇന്ന് വരെ ഒരു മനുഷ്യൻ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടില് 26 വർഷമായിരുന്നപ്പം അന്നേരവും അങ്ങനെ തന്നെ. ഞാൻ പോന്നതിന് ശേഷം എൻ്റെ വീട് ഞാൻ ഉണ്ടായിരുന്നപ്പോഴത്തെ അത്രയും പോരാ. പ്രായമായ അപ്പനും അമ്മയല്ലേ, അവർ വേറെ ജോലിക്കാരെ ഒന്നും നിർത്തിച്ചേക്കുന്നൊന്നുമില്ല. പക്ഷെങ്കിൽ ഞാനിവിടെ എനിക്ക് പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും നിർത്തിയാണെങ്കിലും ചെയ്യിച്ച് നീറ്റായിട്ടിടും. അതുപോലെ ഞങ്ങൾ പൈസയൊക്കെ മുടക്കി വീടൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്തും മെയിൻ്റനൻസ് വർക്കുകളൊക്കെ തീർത്തതല്ല. എപ്പോഴും നല്ല നല്ല ഒത്തിരി പഴമ തോന്നിക്കാത്ത രീതി. പഴമ തോന്നിക്കുന്നത് വലിയ ബാഡൊന്നുമല്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഐശ്വര്യമില്ല. പക്ഷെങ്കിൽ അങ്ങ് ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ പഴമ വെച്ചുകൊണ്ടിരുന്നിട്ട് മനുഷ്യൻ കണ്ട അറയ്ക്കുന്ന പോലെ അതൊരു ഇതാ അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ 3 ബെഡ്റൂമും ഒരു ഡൈനിങ് ഹാള്, ഒരു കിച്ചൺ, പിന്നെ അടച്ചു കെട്ടിയ തിണ്ണ, പിന്നെ ഒരു വർക്ക് ഏരിയ, പിന്നെ അവിടെ ഒരു ചാർത്ത്, തുണിയൊക്കെ വിരിച്ചിടുന്ന ചാർത്ത്, അങ്ങനെ ഇത്രയും അവിടെ ഉള്ളത്. പക്ഷെ ഞങ്ങൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. എപ്പോഴും നല്ല നോക്കിയും കണ്ടും ഓരോ മുറികളും നല്ല എപ്പോഴും അടുക്കും ചിട്ടയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അജിത വെറൈറ്റി വ്ളോഗ്സും ജയാസ് വെറൈറ്റി വ്ളോഗ്സും ഇവിടെ വന്നപ്പോൾ അവർ രണ്ട് ചേർത്തി എനിക്കാണ് കോട്ടയംകാരൻ. അപ്പൊ അവര് വന്നപ്പോ അവര് പറഞ്ഞില്ലേ ഭയങ്കര വൃത്തി. അവരുടെ ചാനലിലും പറഞ്ഞു, ഇവിടെ എന്റെ ചാനലിലും അവർ പറഞ്ഞു ഭയങ്കര വൃത്തിയാ 100 മാർക്ക്. അത് എന്നോടും നേരിട്ടും പറഞ്ഞു, അവരുടെ ചാനലിലും പറഞ്ഞു. അപ്പോൾ ആര് വന്നിട്ട് ഇന്നേ വരെ എൻ്റെ വീട്ടിൽ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം എപ്പോഴും നമ്മളിങ്ങനെ, അത് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസമൊന്നുമല്ല, എപ്പോഴും എല്ലാ ദിവസവും അന്നത്തെ പിന്നെ ഇവിടെ പിള്ളേർ പണ്ട് മുതൽക്കേ അവർ വലിച്ചു വാരിയൊന്നും എടുത്തില്ല. എല്ലാ റൂമിലും ഓരോ വേസ്റ്റ് ബിൻ ബാസ്ക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം പേപ്പേഴ്സൊക്കെ അതിനകത്തേ എടുത്തുള്ളൂ. പിന്നെ എപ്പോഴും നല്ല പഴയ വീടാകുമ്പോൾ പെട്ടെന്ന് ചുക്കിലിയൊക്കെ പിടിക്കും. ഇത് ഓടും ഷീറ്റ്, സീലിംഗ് ഫുള്ള് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും മാറാതെ പിടിക്കും, എട്ടുകാലി ഉള്ളതല്ലേ. അപ്പം നമ്മൾ അതൊക്കെ എപ്പോഴും ഇങ്ങനെ നോക്കിയും കണ്ടും എല്ലാം ചെയ്യുന്നതുകൊണ്ട് ചോരുന്നൊക്കെ വീടാം. പക്ഷെങ്കിൽ ഉണ്ടല്ലോ ആരും ഇതൊന്നും അറിയത്തില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പം ഇച്ചിരി ഒരു നേരം ആഹാരം ഇല്ലെങ്കിൽ പോലും ആരും അറിയത്തില്ല. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീനാ, നമ്മളും വൃത്തിക്കുക. വീട്ടിൽ നിന്നാലും വൃത്തിക്ക് നിൽക്കണം, പുറത്തു പോയാലും വൃത്തിക്ക് പോകണം. എപ്പോഴും പട്ടുസാരി ഉടുത്തോണ്ടൊന്നുമല്ല. ഇത് 350 രൂപയുടെ സാരിയാണ്. നർമ്മദായിന്ന് ഒരു 8 വർഷം മുമ്പ് വാങ്ങിച്ച. ഞാനൊരു 4-5 കല്യാണം, ചെറിയ കല്യാണങ്ങൾക്കൊക്കെ ഉടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു, ഇത് ഒത്തിരി വർഷമായല്ലോ, ഇനിയിപ്പോൾ ഇത് ആർക്കെങ്കിലും കൊടുത്തേക്കാം. ഇത്രയും വർഷമായിട്ട് ഇനിയും ഇത് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല, ഒത്തിരി ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ വൃത്തിക്ക് ഇച്ചിരി 350 ആണെന്ന് തോന്നത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വൃത്തിക്കും മെനയ്ക്കും നടന്നാണല്ലോ നമ്മുടെ ഒരു കാര്യങ്ങളും ആരും അറിയാൻ പോകുന്നില്ല. എപ്പോഴും ചിരിക്കുക, പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഇപ്പോൾ 1-2 സാരി ഉള്ളെങ്കിൽ പോലും കഞ്ഞിവെള്ളം ഉണ്ടല്ലോ വീട്ടിൽ, കഞ്ഞി മുക്കി കല്ലയിൽ അലക്കി, പിന്നെ അലക്കാൻ വയ്യാത്ത സാരിയാണ് അലക്കരുത്, അത് ഹാൻഡ് വാഷ് അങ്ങനെ സൂക്ഷിച്ചും കണ്ടു അത് കൊടുത്തല്ലോ. ചുരിദാറാണെങ്കിൽ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും. എന്നെക്കുറിച്ച് എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എപ്പോഴും നല്ല വൃത്തിക്ക് കുളിച്ച് മിടുക്കിയായിട്ട് കുളിച്ച് ഒരുങ്ങി അങ്ങനെയേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇന്ന് വരെ അല്ലാത്ത നമ്മൾ ഇട കൊടുത്തിട്ടില്ല. പിന്നെ എപ്പോഴും ചിരിക്കും. എനിക്ക് ദുഃഖങ്ങൾ ഇഷ്ടംപോലെ, പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്, അതില്ലാത്ത ആരും ഈ ലോകത്തില്ല. പക്ഷെ ഞാൻ എപ്പോഴും പ്ലസന്റ്, എപ്പോഴും നല്ല ചിരിച്ച്, പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പറയുക, എല്ലാവരെ കുറിച്ച് നല്ലത് ചിന്തിക്കുക, പറയുക. അങ്ങനെ പിന്നെ ആരെന്നെ കളിയാക്കുകയോ അങ്ങനെ ചെയ്താൽ ചിരിച്ച് അങ്ങ് തള്ളും, അല്ലെ മോന്ത വേർത്ത് അതിനെ പ്രതികരിച്ച് ഞാൻ സങ്കടപ്പെട്ടു അങ്ങനെയൊന്നുമില്ല. നമ്മൾ കേട്ടാൽ അത് തമാശയായിട്ട് നമ്മളങ്ങ് എടുക്കും. അല്ലാതെ അതിനെ വലിയ പൊക്കിപ്പിടി അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിന് പിന്നെ എതിര് പറഞ്ഞ് വഴക്ക് പിടിച്ച്
എൻ്റെ പൊന്നോ, അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാവരോടും വഴക്ക് കുടിക്കാനൊക്കെ സമയം കാണത്തുള്ളൂ. അങ്ങനെയൊന്നും വേണ്ട. അപ്പം അങ്ങനെ നമ്മൾ നല്ല എപ്പോഴും നല്ല നീറ്റായിട്ട് വൃത്തിക്ക് ജീവിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പ്ലസൻ്റ് ആയിരിക്കും, എപ്പോഴും നല്ല ചിരിച്ച്. അപ്പം തന്നെ മുഖത്ത് ഐശ്വര്യം വരും. പിന്നെ മനസ്സിനകത്ത് ഒരു അസൂയ, കുശുമ്പ്, ഒരു ദുർചിന്ത, പിന്നെ ഒരു ഒരു വല്ലാത്ത ദുഷ്ട ചിന്ത അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇവിടെ നല്ല നീറ്റാകുമ്പോൾ മുഖത്ത് നല്ല ബ്രൈറ്റ്നസ്, നല്ല നീറ്റായിരിക്കും, മുഖമൊക്കെ എപ്പോഴും നല്ലതായിരിക്കും. ഇവിടെ അങ്ങനെയാണോ അത് ഇവിടെ പ്രതിഫലിക്കും മുഖത്ത്, അല്ലേ? ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചുമ്മാ പറയാം. പിന്നെ അപ്പൊ ഇന്ന് ഞാനിവിടെ കറണ്ട് ഇല്ലായിരുന്നു. രാവിലെ ഇത് ഇൻവേർട്ടറിലാണ് കുറേ ലൈറ്റ് അയറൺ ഇട്ട് തന്നിരിക്കുന്നത് എനിക്ക് ഈ റൂമിന് വേണ്ടി ഇച്ചിരി വെട്ടം കിട്ടാൻ വേണ്ടി. ഇനി ഒരെണ്ണം കൂടി ഇവിടെയും കൂടി ഇട്ട് തരാനുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ ഇതിനകത്ത് ഒരു ഇച്ചിരി ഡാർക്ക്നെസ് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇത് കറണ്ട് ഇല്ല, പിന്നെ ഇൻവെർട്ടറിലാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല, വീഡിയോ ചെയ്യാൻ പറ്റില്ല. രാവിലെ തൊട്ട് പത്രത്തിലുണ്ടോയെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. രാവിലെ തൊട്ട് ഞാൻ എല്ലാ ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ എന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ജോലി ചെയ്യാനുള്ള ഒരുക്കത്തിൽ വന്നപ്പോൾ എനിക്കൊരു സാധനം മിക്സിയിലൊന്ന് പൊടിക്കണമായിരുന്നു. കറണ്ടില്ല. ഞാൻ ഓർത്ത് ഇച്ചിരി കഴിഞ്ഞ് ഇവിടുന്ന് 3 മണിയായിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ഓർത്താണ് പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇന്ന് എനിക്ക് ഒരു സെപ്പറേറ്റ് ഈ ഡൈനിങ് ഹാളിലെ ഒരു സെക്ഷൻ എനിക്കൊന്ന് ഇച്ചിരി കുറച്ച് നാളായി ഞാൻ ഓർക്കുന്നത്. എപ്പോഴും അത് പിടിച്ചും എടുത്ത് കേക്കിന്റെ സെക്ഷൻ, കേക്കിന്റെ പ്രശ്നം സീസൺ തുടങ്ങിയാൽ പിന്നെ അതിനകത്ത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിച്ച് ഡിസോർഡർ ആയി കിടക്കും. എനിക്കത് ഭയങ്കര തലവേദനയാണ്. കോഴി എനിക്ക് ഒരു തരത്തിൽ ജീവിക്കാൻ സമ്മതിക്കും. ഒറ്റ പൂവനേ ഉള്ളൂ. ഈ പൂച്ച കാരണം ബാക്കി ഫുൾ എണ്ണത്തിനെ ഞാൻ കണ്ടിച്ചതാ. ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണം പെടപ്പെണ്ണുങ്ങൾക്ക് കൂട്ടായിട്ട് നിർത്തിയതാ. അഹങ്കാരി തൊണ്ണ തുറക്കുന്നു. എന്ത് 24 hours ഇത് അവൻ ഉറക്കമൊന്നും ഇല്ല. അവൻ ഇങ്ങനെ തോക്കുമല്ലോ അവിടെ എഴുന്നേറ്റിരിക്കും. പെണ്ണുങ്ങളെല്ലാം ഉറങ്ങും, അവൻ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഈ തൊണ്ണ ദേഷ്യം വരും. അപ്പൊ എനിക്ക് ഈ ബാക്കി വീട്ടിലെ എല്ലാ ഭാഗവും കഴിഞ്ഞ ദിവസം ഞാൻ നല്ലതായിട്ട് ഡീപ്പായിട്ട് എല്ലാം അടുക്കി പെറുക്കി ക്ലീൻ ചെയ്ത് കളയേണ്ട, ഡിസ്പോസ് ചെയ്യാനുള്ള എപ്പോഴും ഡിസ്പോസ് ചെയ്യും. എപ്പോഴും അപ്പുറത്തെ റബ്ബർ തോട്ടത്തിന്റെ ഒരു മൂലയെ കൊണ്ടിട്ട് കത്തീര, അത് എല്ലാ ദിവസവും ഉണ്ട്. ഒന്നും പഴയത് ഇവിടെ വെക്കത്തില്ല. എല്ലാം അപ്പം ഡിസ്പോസ് ചെയ്യുക, അപ്പം അവിടെ കൊണ്ട് കത്തിക്കുകയും ചെയ്യും. പിന്നെ ഇത് ഇങ്ങനെ വൃത്തി മെനയെന്ന് പറഞ്ഞാൽ ഡിസോർഡർ ആയിട്ടിരിക്കുക. വേറൊന്നുമല്ല, എൻ്റെ ഈ ഡൈനിങ് ഹാളിലെ കബേർഡ്, അതായത് ഷെൽഫ്, നമ്മളുടെ പ്ലേറ്റും ഗ്ലാസും ഒക്കെ വെക്കുന്ന അത് ഓരോ എല്ലാ വെറൈറ്റി സാധനവും ആ കുഞ്ഞൊരു ഷെൽഫിനകത്ത് എൻ്റെ വീട്ടിലെ എൻ്റെ കാര്യങ്ങൾക്ക് ഭംഗിയായിട്ട് ഒരു വലിയ സദ്യ നടത്താൻ പറ്റുന്ന എല്ലാ ഐറ്റംസും അതിനകത്തുണ്ട്. സദ്യ ചെയ്യുന്ന പാത്രങ്ങളല്ല, വിളമ്പുന്ന എനിക്ക് ആവശ്യത്തിന് എല്ലാം അതിനകത്തുണ്ട്. ഒരു കുറച്ച് പേര് വന്നാലുള്ള എല്ലാം. പക്ഷെ അത് നീറ്റായിട്ട് വെച്ചിരുന്ന സാധനം ഈ ഇടയായിട്ട് ഭയങ്കര ഡിസോർഡർ. അപ്പം എനിക്ക് ഭയങ്കര ഭ്രാന്താണ് അതൊക്കെ. ഞാൻ എന്നാ ചെയ്തു, ഇന്ന് മെനക്കെട്ട് ആ കാര്യം ചെയ്തു. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് എന്തായാലും കരണ്ടും വരത്തില്ല, അപ്പം ഈ വീഡിയോ അങ്ങ് ചെയ്യാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളും അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും വൃത്തിയുള്ള അടുത്തും ചുറ്റും ഉള്ളത്. പക്ഷെ ഞാൻ എൻ്റെ ആ കാര്യങ്ങളങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ എപ്പോഴും ആണെങ്കിലുണ്ടല്ലോ, എപ്പോഴും നമ്മുടെ വീടും പരിസരവും ഒരു ചിരട്ട പോലും നമ്മളിങ്ങനെ എടുത്ത് കൂട്ടി വെച്ച് ഇങ്ങനെ നശിപ്പിച്ച് ഓരോരുത്തരും. എനിക്ക് ഒരു വീടുകളിൽ ഒന്നാമത്തെ പോകാൻ ഇഷ്ടമില്ലാത്ത എന്നാണെന്നറിയാവോ? ഒന്നാമത്തെ നമ്മൾ സംസാരം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ വലിയ പ്രശ്നങ്ങൾ വരുന്ന. കാരണം പോകാതിരിക്കാമെങ്കിൽ അതല്ലേ എന്നല്ല. നമ്മൾ അങ്ങോട്ട് പറഞ്ഞില്ലേലും ഇങ്ങോട്ട് പറഞ്ഞു, പിന്നെ അതിൻ്റെ മറുപടി എങ്ങാനും ഒന്ന് പറഞ്ഞു. എന്തിനാ അത് ഒന്ന് പോകത്തില്ലാത്തതിൻ്റെ വലിയ കാര്യത. പിന്നെ ഈ ബഡ്സ് നടവാതുക്കെ മുടി ചീയിടുന്നവര്, എനിക്ക് എൻ്റെ ബോധം വിടും. നടവാതുക്കെ മുടി ചീയിടുക, ചെവിയിലിട്ട ബഡ്സ് നടവാതുക്കെ ഇടുക, അടുക്കള വശത്തിൽ. ഇതൊക്കെ ഭക്ഷണം വെക്കുന്ന വീടല്ലേ അടുക്കള വശമൊക്കെ. പിന്നെ സിഗരറ്റ് വലിക്കുന്നവർ അത് സിഗരറ്റിന്റെ ബീഡിയുടെയൊക്കെ കുറ്റിയിടുക. പിന്നെ പഞ്ഞി എടുത്തിട്ട് അതിടുക. എനിക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം, ഇതൊക്കെ അവനവൻ്റെ അന്നന്ന് വീട്ടിൽ ഇവിടെ ഒരു മാസം മുറ്റം തൂത്തില്ലേലും ഒരു മാസം പരിക്കാവും ഒക്കെ തൂത്തില്ലേലും ഉണ്ടല്ലോ ഒരു വൃത്തികേടും ഇല്ല. കാരണം അതുപോലെ അപ്പോൾ ഡസ്റ്റ്ബിനിൽ ഇടേണ്ടത് അതിനകത്ത്, പിന്നെ കത്തിക്കേണ്ടത് അങ്ങനെ ബഡ്സൊക്കെ അതെല്ലാം ഈ ബാസ്ക്കറ്റിനകത്താണ്. അല്ലാതെ ഒന്നും മുറ്റത്തോട്ട് വലിച്ചെറിയ മുടി ചെയ്യുക. ബാത്റൂമിൽ പോയി മുടി ചെയ്യുന്നത് അല്ല, പറമ്പിൽ പോയി ചെയ്തിട്ട് ഒരു കല്ലെടുത്ത് അതിനകത്ത് ചുറ്റി റബ്ബർ തോട്ടത്തിനകത്ത് വലിച്ചെറിയും. മുറ്റത്ത് നിന്ന് ചെയ്യുവാണ്. അങ്ങനെ ചെയ്യാറില്ല, എനിക്ക് ഇഷ്ടമില്ല. ബാത്റൂമിൽ നിന്ന് ചെയ്യുക, അത് ഫ്ലഷ് അടിച്ച് അങ്ങ് കളയും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം
ഈ ഓരോ വീട്ടിൽ ചെല്ലുമ്പം ഒന്നാതെ തൂരും കാര്യമില്ല, പിന്നെ ഇതെല്ലാം അങ്ങോട്ട് കിട്ടുന്ന നടവാതിക്ക് തുപ്പി വെക്കുക, കാർക്കിച്ചെടുത്ത് തുപ്പി വെക്കുന്നത്, ഇതെല്ലാം എനിക്ക് അതുകൊണ്ട് ഒരു വീട്ടിൽ പോകുന്ന എനിക്ക് താല്പര്യം. ഞാൻ പറയുന്ന കുഞ്ഞു കുടിലേ കാര്യമില്ല, ആ കൂടിലെ തൊട്ട് കൊട്ടാരം വരെ ഇങ്ങനത്തെ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഈ വിസിറ്റിങ് വലിയ പാടാ. അതുകൊണ്ട് എനിക്കിങ്ങനെ തിയേറ്ററൊക്കെ അറപ്പാണ്. പക്ഷെ പണ്ട് ഇഷ്ടംപോലെ ഫിലിം കണ്ടിട്ടുള്ള ഞാൻ ഹസ്ബൻഡും കൂടെ ഇഷ്ടം പോലെ കണ്ടിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. അതിനു മുമ്പൊന്നും വീട്ടിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ വീട്ടിൽ അപ്പനും അമ്മ പണ്ട് അത് പറയാതെ അപ്പൻ ഇന്നേ നാഴി വരെ, ഞങ്ങൾ 4 പെൺപിള്ളേരുണ്ട്, ഇന്നേ നാഴി വരെ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടില്ല. എൻ്റെ അപ്പാപ്പനും അവർ ഫാമിലിയൊക്കെ പോകുമ്പോൾ ഞങ്ങളെ വല്ലപ്പോഴും പണ്ട് കൊണ്ടുപോയിട്ടുണ്ട്, അല്ല അപ്പൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ല. അമ്മയുടെ കൂട്ടുകാരിയുടെ കൂടെ പോയപ്പോൾ ഒരു ദിവസം എന്നെ വീട്ടിലെത്തിയിട്ട് പോയാൽ നോക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ചെമ്മീൻ സിനിമ കാണാൻ പോയപ്പോൾ കൊണ്ടുപോയി. എൻ്റെ പൊന്നോ, വീട്ടിൽ ഒരു പ്രാവശ്യം ചെമ്മീൻ വാങ്ങിച്ചപ്പോൾ ഈ മീനിന്റെ പേരല്ലേ നമ്മൾ ഇന്നാളെ എൻ്റെ സിനിമ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നോ, അപ്പൻ അമ്മേനെ കുഴഞ്ഞ ഒരു പരുവാക്കി. അങ്ങനെ തിയേറ്ററിലൊന്നും പോകുന്ന ഇഷ്ടമല്ല. അങ്ങനെ കാരണം ഞങ്ങളെ പെൺപിള്ളേരെ കൊണ്ടുപോകുന്നും ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ 26 വയസ്സ് വരെ എൻ്റെ വീട്ടിൽ വളർന്നിട്ട് എൻ്റെ അപ്പനും അമ്മയും ഒരു ഫിലിമിന് കൊണ്ടുപോയിട്ടില്ല. ഈ ചെമ്മീൻ ആകെപ്പാട് അമ്മയുടെ കൂട്ടുകാരി നേരത്തെ വീട്ടിലെ ആൻറ്റിയുമായിട്ട് പോയപ്പോൾ പിന്നെ എന്നെ ഒന്ന് ചുമ്മാ കൊണ്ടുപോയത്, അത് അബദ്ധമായിപ്പോയി. അല്ലാതെ എൻ്റെ അപ്പനും അമ്മയും വെഡിങ് ആനിവേഴ്സറി അവർക്ക് ഈ വരുന്ന ഒക്ടോബറിൽ 54-ാമത്തെയോ മറ്റോ ആകും, 53-ാമത്തെയോ വരുന്ന ഒക്ടോബറിൽ. എന്നിട്ട് പോലും ഇന്നേ വരെ അവർ രണ്ടും കൂടെ ഒരു ഫിലിമിന് പോയിട്ടില്ല. ഫാദറിന് അങ്ങനെ ഇഷ്ടമല്ല തിയേറ്ററിൽ കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ ഒരു ഞാൻ പറയുമായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് മാറിപ്പോയല്ലേ, കുഴപ്പമില്ല, ഓരോന്നിങ്ങനെ പറയുമ്പോഴേ. അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ വൃത്തി മെനയുടെ കാര്യം, അലിക്കൻ ചിട്ടയുടെ കാര്യം, പിന്നെ നമ്മളുടെ നല്ല ഒരു പക്വതയും പാകതയും അല്ലേ, അങ്ങനത്തെ ഒരു കാര്യം. അപ്പം ഇന്ന് വീഡിയോ ഞാൻ അതിൻ്റെ എടുത്തപ്പോൾ ഓർത്തന്നാൽ ഇന്ന് അത് കാണിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ ഇനിയിപ്പോൾ എന്നെ ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് അങ്ങനെയാട്ടെ. അപ്പം എല്ലാവർക്കും ഞാനവിടെ കുഞ്ഞു വീഡിയോ, ഇച്ചിരി ഒരു മിനിറ്റേ ഉള്ളൂ. ആ വീഡിയോ ഒന്ന് മൊത്തം അടുക്കുന്നതൊന്നും കാണിച്ചില്ല. ആദ്യമേ എങ്ങനെ കിടക്കുന്നു, അടുക്കി കഴിഞ്ഞ് എങ്ങനെയാണ്, അത് മാത്രമേ കാണിച്ചുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോകാം. അപ്പം എല്ലാവരും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അവർക്ക് ഒത്തിരി എനിക്ക് ഒരു കഴിവും ഇല്ലാത്ത ആള് 3-4 ഷോർട്സ് ഒക്കെ ഒരു കോമഡിയുടെ ഒക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. സൂപ്പറാ. എല്ലാവരും ഞാൻ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ഇട്ടപ്പോൾ ഒത്തിരി പേരെന്നെ അപ്രീഷിയേറ്റ് ചെയ്തു കേട്ടോ. പക്ഷെ എനിക്ക് എനിക്ക് അത് ഞാൻ വീണ്ടും എടുത്ത് കാണുമ്പോൾ എനിക്ക് അതിശയം, ഈ പൊട്ട് പിടിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോന്ന് എനിക്കൊരു അത്ഭുതം. കർത്താവ് അവിടെ പ്രവർത്തിച്ചു കേട്ടോ. എനിക്കൊന്നും അങ്ങനത്തെ കഴിവില്ലാത്ത ഒരു കഴിവ്, പാട്ട് പാടാൻ ആഗ്രഹം കൊണ്ട് 1-2 വരി പാടും എന്നല്ലാതെ ഒരു കഴിവില്ലാത്ത ആള് അത് ചെയ്ത് എനിക്ക് തന്നെ അത്ഭുതമായിപ്പോൾ. നിങ്ങളൊക്കെ ആ ഷോർട്സ് കാണണേ. പിന്നെ എന്താ പറയുക, കറണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് നാളെ എന്തെങ്കിലും പരിപാടി ചെയ്യാം. എന്തെങ്കിലും തന്നെ ആ ഉദ്ദേശിച്ച കാര്യം ഇനിയിപ്പോൾ നാളെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ ഇന്ന് 16-ാമത്തെ അല്ലേ, 16 ദിവസത്തെ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ. കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ കബേർഡ് കണ്ടോ, ഒരു 2 വർഷമായി അടുക്കി പെറുക്കിയിട്ട്. അപ്പം സെക്ഷൻ തിരിച്ചെല്ലാം ഒന്ന് അടുക്കാനായിട്ട് ടേബിളിലോട്ട് എടുത്ത് വെച്ചു. ഇനി എല്ലാം ഒന്ന് അടുക്കി വൃത്തിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഇങ്ങനെ എല്ലാവരും ചെയ്യണം. അതുപോലെ ഇങ്ങനെ ഈ കബേർഡിൻ്റെ പൊക്കത്ത് ഇതിങ്ങനത്തെ ഒന്നും വെക്കല്, അതുമെല്ലാം ഞാനിപ്പോൾ മാറ്റും. പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ആരൻ വെച്ചത്. ഓക്കെ, അടുക്കിയിട്ട് കാണിക്കാം. അപ്പോൾ അതാ നമ്മളുടെ ഷെൽഫ് അടുക്കിപ്പെറുക്കി. നമ്മളുടെ പ്ലേറ്റുകൾ, ചെറിയ ചെറിയ ബൗൾസ്, വൈൻ ഗ്ലാസ്, അതിൻ്റെ ബാക്കി നല്ല അടപ്പുള്ള കൂടിയ ബൗള്, മേളി തവികൾ, ടിഷ്യൂ, ഇത് കപ്പ് കേക്കിൻ്റെ മോൾഡ്. ഇത് കണ്ട്, ഇതൊരു സ്വർണ്ണപാത്രം ഞാൻ കാണിച്ചിട്ടുള്ളതല്ലേ, റിലയൻസിൽ നിന്ന് 2 എണ്ണം വാങ്ങിച്ചു. ഒരെണ്ണം ആഷേറിന്, ഒരെണ്ണം ഇവിടെ 6 എണ്ണം. ഇങ്ങനെ എല്ലാം അടുക്കി കണ്ടോ.
നമ്മുടെ സുലൈമാനി ഗ്ലാസ്, ഇതൊക്കെ ഫ്രം ഖത്തർ. എൻ്റെ അമ്മ കൊണ്ടെത്തുന്ന ഇതൊക്കെ. ഇതിങ്ങനെ മേശവരികളും ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ഇതുണ്ട്. ഇത് നമ്മളുടെ ചായ കുടിക്കുന്ന പിടിയുള്ള കപ്പ്. അതിൻ്റെ പുറകിൽ വേറെ കാപ്പി കുടിക്കുന്ന പിടിയുള്ളതുണ്ട്. കാപ്പി കുടിക്കുന്ന പിടിയുള്ളത് ഇതാ, കാപ്പി കുടിക്കുന്ന പിടിയുള്ളത് കണ്ടോ, പിടിയുള്ളത്. എനിക്ക് ഞാൻ എറണാകുളത്തുനിന്ന് വാങ്ങിച്ച അനിയത്തിയുടെ വീട്ടിൽ പോകുമ്പോൾ, ഷോപ്പിങ്ങിന് പോകുമ്പം ഞങ്ങൾ വാങ്ങിക്കുന്ന. പിന്നെ ഇതാ ലാസ്റ്റത്തെ ഇത് കണ്ടോ, നമുക്ക് പ്രസവിച്ച് കിടക്കുമ്പോൾ കഷായം ഇടിച്ച് തരുന്നത്. അതിനകത്ത് ചെളിയല്ല കേട്ടോ, കളറ്. കഷായം ഇടിച്ച് തരുന്നത് അതിവിടുത്തെ ഇതുണ്ടോ, ഇത് പാരമ്പര്യമായിട്ട് ഇവിടെ ഉള്ള തലമുറയായിട്ട് ഇത് ഞാൻ വാങ്ങിച്ചതാണ്. അത് മറ്റേ വലുത് ഇവിടെ ഉള്ളത്. അതൊക്കെ കാണണം നോക്കുമ്പോൾ, അതൊക്കെ ഒരു രസമല്ലേ. കണ്ടോ, കറയാ ഈ കഷായത്തിനകത്തുള്ള ഗുളികയും കഷായം കൂടെ ഇതാക്കുമ്പോൾ ഉള്ള കറയാ. ഇനി മൊത്തമായിട്ട് കാണിക്കാം. കണ്ടോ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസോർഡർ ആയിരിക്കുമായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായി അടുക്കണമെന്ന് വിചാരിച്ചിട്ട്. നമ്മളുടെ വീട് എല്ലാ റൂംസിലും എല്ലാ കാര്യങ്ങളും ഓർഡറിലായിരിക്കണം. ഒന്നും ഡിസോർഡർ ആകരുത്. നമ്മളുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് നമ്മളുടെ ഡ്രസ്സിങ്ങിലെ, നമ്മളുടെ ഇങ്ങനത്തെ വീടിൻ്റെ അടുക്കിപ്പുറക്കിലൊക്കെ മനസ്സിലാവും. നമുക്ക് ചിട്ടയുണ്ടോ, കാര്യമുണ്ടോ, വൃത്തിയുണ്ടോ, മെനയുണ്ടോ. നമ്മളുടെ പോക്കിലും വരവിലും അതുപോലെ സംസാരത്തിലും ഇതുപോലെ നീറ്റ്നെസ്സിലും ഒക്കെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അടുക്കിപ്പേർക്ക് എപ്പോഴും ഇതാ കണ്ടോ, സൂപ്പറല്ലേ. അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ചെയ്യണം. എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം ഫുൾ വീടും. അപ്പം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നുകൂടെ കാണിച്ചേക്കാം. ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു തേക്ക് അപ്പൻ എനിക്ക് തന്നപ്പോൾ അതും കൊണ്ട് ഇതിനൊക്കെ ഡോറ് പിടിപ്പിച്ച്, ഡോറില്ലാതെ തുറന്ന് കിടക്കുന്ന ഷെൽഫായിരുന്നു ഇതും. പിന്നെ ഞങ്ങളുടെ ബെഡ്റൂമിലെ ഷെൽഫും തുറന്ന് കിടക്കുന്നത്രയായിരുന്നു, ഓപ്പൺ ഷെൽഫായിരുന്നു. അത് ഞങ്ങളിങ്ങനെ ദൈവം ഐഡിയ പറഞ്ഞു തന്നു, ഇതിനൊക്കെ അങ്ങ് ഫ്രെയിം ഉണ്ടാക്കിച്ചോളാം. അങ്ങനെ വൃത്തിയായി. അതുകൊണ്ട് ഡൈനിങ് ഹാളിൽ നല്ലൊരു ഷെൽഫായില്ലേ. അതാണ്. ഈ കപ്പുകൾ വെച്ചിട്ടില്ലേ, ഈ കപ്പുകൾ വെക്കണത് അടുക്കാൻ സ്ഥലമില്ല. അത് ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് അടുക്കണം. അപ്പം പിന്നെ അടുക്കാമെന്ന് വിചാരിച്ച അടുക്കണം, സ്ഥലം കണ്ടെത്തി അടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡൈനിങ് ടേബിളും അതിൻ്റെ അടുത്തൊരു ഷെൽഫ്. എല്ലാ വീട്ടിലെയും ഡൈനിങ് ടേബിളിൻ്റെ ഇപ്പുറത്തൊരു ഷെൽഫ് കാണുമല്ലോ ഇതുപോലെ. അതാണ്. ഓക്കേ, അപ്പം നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ.